ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ അഹിന്ദുക്കൾക്കുള്ള 18% സംവരണം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകണമെന്ന ആവശ്യവുമായി കേരള ദളിത് പിന്നോക്ക മുന്നണി രംഗത്ത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ദേവസ്വം ബോർഡുകളിൽ നിയമനം നടത്തുമ്പോൾ മുസ്ലിം, ലാറ്റിൻ, കൺവേർട്ടഡ് ക്രിസ്ത്യൻ എന്നീ വിഭാഗങ്ങൾക്കുൾപ്പെട്ട അഹിന്ദുക്കൾക്കുള്ള 18% സംവരണം സംവരണ സമുദായങ്ങളായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകണമെന്ന് കേരള ദളിത് പിന്നോക്ക മുന്നണി ചെയർമാൻ വി ദിനകരൻ വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി, കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി, ഈ ദേവസ്വം ബോർഡുകളിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്നു. അല്ല, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി നിയമനം നടത്തണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ പറഞ്ഞത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിക്കണം എന്നാണ് പറഞ്ഞത്. ആ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ ഇവിടുത്തെ നിയമനം നടത്തണം എന്ന് പറഞ്ഞു. ആ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് 5 അംഗ സമിതിയാണ് ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. അതിന് ചെയർമാൻ, ഒരു സെക്രട്ടറി, 3 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന 5 അംഗ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് രൂപീകരിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തത്. ഇത് വളരെ പരമരഹസ്യമായിട്ട് ആ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിച്ചു. മാർച്ച് മാസം 16-ാം തീയതി റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിലവിൽ വന്നു എന്ന് പത്രങ്ങളിലാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. ഞങ്ങൾ നിരന്തരമായി ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട 18% സംവരണം മെറിറ്റിലേക്ക് നീക്കാനുള്ള ശ്രമം സംവരണ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട സംവരണം അട്ടിമറിക്കുന്നതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ദിനകരൻ അറിയിച്ചു.